ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സെന്റർ പോയിന്റിലാണ് നിങ്ങൾ തൊട്ടതെങ്കിൽ നിങ്ങളെയും കൊണ്ട് ഈ സംഘം പോകുകയുള്ളൂ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. തൊട്ടിട്ട് കളിച്ച് ഈ പരിപാടി അവസാനിപ്പിക്കാൻ നിർത്തിയാൽ ഓമു ഞങ്ങൾ മുറിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അങ്ങനെ ലിംഗത്തിമ്മ കളിച്ചിട്ടൊന്നും ഈ ഏർപ്പാട് നിർത്താൻ സമ്മതിക്കൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള ന്യൂസ് എന്ന വാർത്താ ചാനൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ജനശ്രദ്ധ ആകർഷിച്ചു വരികയാണ്. കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചാനലായി കേരള ന്യൂസ് ചാനൽ മാറിയിരിക്കുകയാണ്. അതിന് കാരണം അവർ ഈ അടുത്ത കാലത്തായി കുരുവട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യാജസിദ്ധന്റെയും ശിഷ്യന്മാരുടെയും കുറേയധികം രഹസ്യങ്ങളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആരും അറിയാതെ മൂടിക്കിടന്നിരുന്ന പല രഹസ്യങ്ങളുമാണ് കേരള ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കാരണമായി കുരുവട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കുരുവട്ടൂരിലെ സിദ്ധൻ വ്യാജനാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. അവൻ നല്ലവനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൽ അകപ്പെട്ടു പോയവർ വരെ പിന്തിരിയുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കുരുവട്ടൂർ വ്യാജസിദ്ധനെയും മുരീദന്മാരെയും ജനം മനസ്സിലാക്കിയിരിക്കുകയാണ്. കേരള ന്യൂസ് പുറത്തുവിട്ട 2 വാർത്തകൾ നാമൊക്കെ കണ്ടവരാണ്. അതിനേക്കാൾ ഗുരുതരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. കുരുവട്ടൂർ വ്യാജസിദ്ധന്റെ ലീലാവിലാസങ്ങളാണ്. 8 വർഷങ്ങൾക്ക് മുമ്പ് കുരുവട്ടൂർ വ്യാജസിദ്ധൻ തന്നെ കായൽ പട്ടണത്തുള്ള 2 മക്കളുള്ള ഒരു സ്ത്രീയെ വഞ്ചിച്ച കഥ നാമൊക്കെ കേട്ടവരാണ്. ഇതുവരെ വ്യാജസിദ്ധന്മാരോ അനുയായികളോ എന്ന് അതിനെക്കുറിച്ച് പറഞ്ഞതായി നമുക്ക് കേട്ടറിവ് പോലുമില്ല. അതും വലിയ ചർച്ചകളായിരുന്നു. അതിനിടക്കാണ് പല മുരീദന്മാരുടെയും ലീലാവിലാസങ്ങൾ കേരള ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. യുവതിയുമായി അശ്ലീല ചാറ്റിംഗ്, യുവാവിനെതിരെ രൂക്ഷ വിമർശനം. കുന്നമംഗലം. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട യുവതിയുമായി അശ്ലീല ചാറ്റിംഗ് നടത്തിയ യുവാവിനെ കയ്യോടെ പിടികൂടി. കുന്നമംഗലത്തിനടുത്ത കുരുവട്ടൂർ സ്വദേശിയാണ് യുവാവ്. വളരെ അറപ്പുളവാക്കുന്ന രീതിയിലാണ് യുവതിയുമായി ചാറ്റിംഗ് നടത്തിയിട്ടുള്ളത്. സ്വകാര്യ അവയവങ്ങൾ കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും വീഡിയോ കോൾ ചെയ്യാൻ IMO, ബോട്ടീം തുടങ്ങിയവ ഉണ്ടോ എന്ന് ചോദിക്കുന്നതും പുറത്ത് കാണിക്കാനോ പറയാനോ പറ്റാത്ത ചില രംഗങ്ങൾ യുവതിക്ക് അയച്ചു കൊടുത്തതും പുറത്തു വന്ന സന്ദേശത്തിലുണ്ട്. ഈ യുവാവ് കുരുവട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യാജസിദ്ധന്റെ ഏറ്റവും അടുത്ത അനുയായിയും സിദ്ധന്റെ തൊട്ടടുത്ത വീട്ടുകാരനുമാണ്. വ്യാജസിദ്ധന് വേണ്ടി സോഷ്യൽ മീഡിയകളിൽ കൂടുതൽ പ്രചരണം നടത്തുന്നത് ഈ യുവാവാണ്. ഈ യുവാവ് പ്രവാസിയാണെങ്കിലും വ്യാജസിദ്ധന് വേണ്ടി നടത്തുന്ന പ്രഭാഷണങ്ങളുടെ ലിങ്കുകൾ എല്ലാ സ്ഥലത്തും സ്ഥലകാല ബോധമില്ലാതെ പോസ്റ്റ് ചെയ്യലാണ് ഇവന്റെ ജോലി എന്ന് ആക്ഷേപമുണ്ട്. സോഷ്യൽ മീഡിയകളിൽ കാന്തപുരം വിഭാഗം നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ വളരെ മോശം പരാമർശങ്ങൾ നടത്തി അവഹേളിക്കലാണത്രേ ഈ യുവാവിന്റെ പ്രധാന ഹോബി. ഇവരുടെ വ്യാജസിദ്ധനെ കുറിച്ച് ഇവരുടെ വാദം അനുയായികളെ മ്ലേച്ഛതകളിൽ നിന്ന് ശുദ്ധിയാക്കുന്നവനും ലോകം മൊത്തം നിയന്ത്രിക്കുന്നവനുമായ ഷെയ്ഖാണെന്നാണ്. അത്തരം ഒരു ഷെയ്ഖിന് തുടക്കകാലം മുതലേ സ്വന്തം അനുയായിയായും സോഷ്യൽ മീഡിയ പ്രചാരകനായും വീട്ടിലെ ചെലവിന് സ്വന്തം ഭാര്യയെ ടൈലറിംഗ് ജോലിക്കയച്ച് അധ്വാനിക്കുന്ന സമ്പത്ത് മുഴുവൻ ഷെയ്ഖിന് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുയായിയെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വ്യക്തിയാണോ ഈ ഷെയ്ഖെന്ന് സോഷ്യൽ മീഡിയയിലും പൊതുജനങ്ങളിലും ആക്ഷേപമുയരുന്നുണ്ട്. നേരത്തെയും ഈ യുവാവിനെതിരെ പല ആരോപണങ്ങളും ഉള്ളതായി പറയപ്പെടുന്നു.
കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിലായി പുറത്തു വരുമെന്ന് രഹസ്യ വൃത്തങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചതായി കേരള ന്യൂസ് പുറത്തുവിട്ടു. ഇതാണ് കേരള ന്യൂസ് പുറത്തുവിട്ട ഏറ്റവും വലിയ വാർത്തകൾ. യഥാർത്ഥത്തിൽ വ്യക്തിപരമായ ഇത്തരം പരാമർശങ്ങളോ വാർത്തകളോ ST മീഡിയ പ്രചരിപ്പിക്കുന്ന ശൈലിയില്ല. അത് നമുക്ക് യോജിച്ചതുമല്ല. കഴിഞ്ഞ ദിവസം ബസ്സിൽ യാത്ര ചെയ്യവേ മുസ്ലിം ലീഗുകാരിയും വഹാബിയുമായ ഒരു പെൺകുട്ടി തന്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്ന ദീപക് എന്ന സഹോദരൻ തന്റെ എവിടെയെല്ലാമോ തൊട്ടു എന്ന് ആരോപണമുന്നയിച്ചുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കി പുറത്തുവിടുകയും അതേ തുടർന്ന് ആ യുവാവ് ആത്മഹത്യ ചെയ്യുകയുമുണ്ടായി. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് ഈയുള്ളവന്റെ മറ്റൊരു വാർത്താ ചാനലാണ്. അതിന് കാരണം തെറ്റ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ആരെയും അവഹേളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് തന്നെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം വലിയ ശൈഖാണെന്നും ഹൃദയത്തിലുള്ള രോഗങ്ങൾ ശിഫയാക്കി ഹൃദയം ശുദ്ധീകരിക്കുന്ന ശൈഖാണെന്നുമാണ് മുരീദന്മാർ വ്യാജസിദ്ധനെ കുറിച്ച് പ്രചരിപ്പിക്കാറുള്ളത്. ദുനിയാവിന്റെ ഒരു ചിന്തയോ ഒരു പ്രവർത്തനമോ ശൈഖിൽ നിന്ന് കാണാൻ സാധിക്കുകയില്ലെന്നും തീർത്തും പരലോക വിജയം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കുരുവട്ടൂർ വ്യാജസിദ്ധൻ പ്രവർത്തിക്കുന്നത്. മുരീദന്മാരെ ആ വഴിക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. വല്ല തെറ്റും ചെയ്തവർ കുരുവട്ടൂർ വ്യാജസിദ്ധനെ കണ്ടുകിട്ടിയാൽ രക്ഷപ്പെടുകയും അവൻ ആ തെറ്റുകളിൽ നിന്നൊക്കെ ഒഴിവായി ആഖിറ വിജയത്തിനു വേണ്ടി അവന്റെ ശിഷ്ടകാലം ജീവിക്കുന്നവനായി മാറുമെന്നും ഈ വ്യാജസിദ്ധന്മാരും അനുയായികളും അവകാശപ്പെടുന്നുണ്ട്. ആ അവകാശവാദം തനിച്ച പൊള്ളയാണ്. ജനങ്ങൾ വഞ്ചിതരാവരുതെന്ന പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ് വ്യാജന്മാർക്കും വ്യാജ ത്വരീഖത്തുകാർക്കും വ്യാജസിദ്ധന്മാർക്കുമെതിരെ വരുന്ന ഇത്തരം പരാമർശങ്ങൾ ST മീഡിയ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇങ്ങനെ വ്യക്തിപരമായി മോശം പ്രവർത്തിക്കുന്ന ആളുകൾ ഷെയ്ഖോ മുരീദന്മാരോ ആവുകയില്ലെന്ന പൂർണ്ണ ബോധ്യത്തിൽ നിന്നുമാണ്. കുരുവട്ടൂരികളുടെ കൂട്ടത്തില് അവരെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ മുഫ്തി 24 മണിക്കൂറും കുരുവട്ടൂരികൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അവനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു. അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അവന്റെ നാവ് കൊണ്ടും അവന്റെ കൈകളെ കൊണ്ടും ആക്രമിക്കപ്പെടാത്ത ഒരു ആലിമുമില്ല, ഒരു സയ്യിദും ഇല്ല, സുന്നത്തിമാത്തിന്റെ പ്രവർത്തകരുമില്ല. നമ്മൾക്ക് അവനെ കുറിച്ച് ഈ ആരോപണം ഈ വിഷയം പറയുമ്പോൾ നമുക്കൊരു വേദന ഉണ്ട്. ഇത് വെറും ഒരു കെട്ടിച്ചമച്ച ആരോപണമല്ല. നമ്മളെ കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞത് മുഴുവനും ഏറ്റവും ചുരുങ്ങിയത് വിനീതനായ എന്നെ കുറിച്ചും ബഹുമാനപ്പെട്ട മജീദ് ഹസനിയെ കുറിച്ചും ഈ ചങ്ങാതിയുടെ നാവ് കൊണ്ടും കൈകളെ കൊണ്ട് എഴുതി വിട്ടതുമായ ആരോപണങ്ങളും തോന്നിവാസങ്ങളും ലാ ഹദ്ദ വലാ ഹസ്വറ, ഒരു കയ്യും കണക്കൂല. അത്രത്തോളം എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ വ്യക്തി അവന്റെ ജീവിതത്തിൽ അവൻ എന്തെല്ലാണോ പറഞ്ഞത് അത് മുഴുവൻ അവൻ അനുഭവിക്കട്ടെ. അവനൊരു വ്യക്തി, ഒരു മനുഷ്യൻ എന്നുള്ള അടിസ്ഥാനത്തിൽ അവനോട് സഹതാപമുണ്ട്, വിഷമമുണ്ട്. പക്ഷെ അവൻ ഇങ്ങോട്ട് ആക്രമിച്ചതിന്റെ 1% തിരിച്ചു കൊടുക്കണ്ടേ? അതല്ല, കുറച്ചൊക്കെ അല്ല, സ്വാഭാവികം, നമ്മൾക്ക് മനുഷ്യന്മാരാണല്ലോ. ഓൻ ഇങ്ങോട്ട് ആക്രമിച്ചതിൽ ഇപ്പൊ തിരിച്ചു കൊടുക്കണത് ഇങ്ങോട്ടും ആരോപിച്ചതും പറഞ്ഞതും ആക്രമിച്ചതും മുഴുവനും പച്ചക്കളവുകൾ ആരോപിച്ചിട്ടാണ്. ഒരു തെളിവില്ലാത്ത പച്ചക്കളവുകൾ ആരോപിച്ചിട്ടാണ്. ഇന്നലെ വരെ അവൻ ജിഷാന്റെ ഗ്രൂപ്പിൽ ഇവനെ കുറിച്ച് വാർത്ത വന്നപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖുല സുൽത്താനുൽ ഉലമയെ കുറിച്ചും അതുപോലെ നമ്മുടെ നേതൃത്വത്തിൽപ്പെട്ട പല ആളുകളെ കുറിച്ചും ഇവരെന്ത് ചെയ്തു എന്നറിയോ? ഏതൊക്കെയോ ആളുകൾ മുമ്പ് ആരോപിച്ച ആരോപണങ്ങളുടെ വീഡിയോസുകളും ടെസ്റ്റുകളും പത്രക്കട്ടിങ്ങളും കൊണ്ടുവന്നിട്ടുവൻ. ആ കൊണ്ടുവന്നിട്ടാണ് മുങ്ങിയതാണോ അവൻ. ഇതുവരെ പിന്നെ അവൻ പൊന്തിയിട്ടില്ല. ഏതായിരുന്നാലും ഇതൊക്കെ ഇവനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ വെറും കേൾവിയുടെ പ്രവർത്തകരോട് പറയാൻ, ആരെങ്കിലും പറഞ്ഞു കേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള എന്തെങ്കിലും വിളിച്ചു പറയലല്ല ഇത്. ഈ പറയുന്ന എന്റെയും അതുപോലെ തന്നെ മറ്റു പലരുടെയും, എൻ്റെ കയ്യിൽ മാത്രമല്ല മറ്റു പലരുടെയും കൈകളിൽ 100% ക്ലാരിറ്റി ഉള്ള, 100% ഈ വ്യക്തിയാണ് എന്ന് ഉറപ്പുള്ള, ഓന്റെ ശബ്ദ സന്ദേശമുള്ള 100% ക്ലാരിറ്റി ഉള്ള വീഡിയോ കയ്യിൽ വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. അതല്ലാതെ ഒരിക്കലും എന്തല്ല
ഒരു കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറയുന്നത് മുഴുവനും അവൻ പറഞ്ഞ വാക്കുകളാണ്. അവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നതൊക്കെ 100% ക്ലാരിറ്റി ഉള്ള അവന്റെ വോയിസുകളാണ്. അവൻ ചെയ്തു കൂട്ടിയ തോന്നിവാസത്തിന്റെ വീഡിയോ രംഗങ്ങളാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് ഈ വ്യക്തി എന്നെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് പറയാലോ, എന്നെ കുറിച്ച് പറഞ്ഞ വോയിസുകൾ, എന്നെ കുറിച്ച് ഇവൻ തോന്നിവാസം പറഞ്ഞ വോയിസുകളും ടെസ്റ്റുകളും എല്ലാം എന്റെ കയ്യിൽ വെച്ചിട്ടാണ് ഇവനെതിരെ ഞാൻ സംസാരിക്കുന്നത്. വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല തൽക്കാലം. കുരുവട്ടൂരുകൾ ഏത് അറ്റം വരെ കൂടി പോയിക്കോളി. കാരണം എന്നെ കുറിച്ച് ഇവൻ പറഞ്ഞ പച്ച തോന്നിവാസങ്ങൾ, ഇവൻ എഴുതി വിട്ട പച്ച വേണ്ടാത്തരം എന്തെല്ലാം തോന്നിവാസ ആരോപണങ്ങൾ എഴുതി വിട്ടതെന്ന് അറിയോ? അതിന്റെ ഒക്കെ ടെസ്റ്റുകളും അതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ടുകളും വോയിസുകളും മുഴുവൻ എന്റെ ഫോണിൽ സൂക്ഷിച്ചിട്ടാണ് ഞാൻ ഇവനെതിരെ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്നിടത്ത് വെച്ച് കാണാം. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാരും ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ആരോപണമല്ല, തെളിവുകൾ സഹിതമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും കുരുവട്ടൂരികളോട് പറയാനുള്ളത്, തോബ ചെയ്ത് മടങ്ങിക്കോളി. ആലിമീങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ വെറുതെ തോന്നിവാസം പറഞ്ഞ് കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കണ്ട് വെറുതെ എന്ത് ചെയ്യരുത്, അവഹേളിക്കാൻ ശ്രമിക്കരുത്. അതൊക്കെ പടച്ചറബ് തിരിച്ചു തരും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങൾ പഠിപ്പിച്ചതാണ്, ആക്രമിക്കപ്പെട്ടതിന്റെ ദുആ അത് തടയൂല, ആക്രമിക്കപ്പെട്ടതു എന്റെ ദുആയുടെയും പടച്ചറബിന്റെ ഇടയിൽ മറയില്ല എന്നുള്ളത് ഇനിയെങ്കിലും കുരുവട്ടൂരികൾ ഓർക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ആ കൂട്ടുകാരേക്ക് നമുക്ക് പറയാലും മനുഷ്യനാണ്, തെറ്റ് സംഭവിക്കും. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. നന്നായി വരാൻ പടച്ചറബ് തൗഫീഖ് ചെയ്യട്ടെ.